അദ്ദം എന്നുള്ളത് ഇസ്ലാമിൽ ചോര, രക്തം എന്നത് അതിന് നേരിട്ടുള്ള അർത്ഥമാണ്. പക്ഷെ പല ആശയങ്ങളിൽ അദ്ദം പ്രയോഗിക്കും. അതിൽപ്പെട്ടതാണ് ഇപ്പോൾ ഫുഖഹാക്കൾ പറയും യൽസമുഹു ദമുൻ, അയാൾക്കൊരു ദം അനിവാര്യമാകും. എന്താ ദം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മൃഗമാണ്, ആട്, മാട്, ഒട്ടകം, അതിൽ ഒരു മൃഗത്തിന് ദം എന്ന് പറയും. ഇപ്പോൾ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ, ഉംറയുടെ കർമ്മങ്ങൾ, അതിൽ വാജിബല്ലാത്ത കർമ്മങ്ങൾ, റുക്നോ വാജിബോ അല്ലാത്ത കർമ്മങ്ങൾ, ഹജ്ജിൻ്റെ സുന്നത്തുകൾ, ഉംറയുടെ സുന്നത്തുകൾ, അതിലുള്ള കർമ്മങ്ങൾ ഒരാൾ ചെയ്തില്ല എങ്കിൽ ഫിഖ്ഹി കിതാബുകളിൽ കാണാം ലാ യൽസമുഹു ദമുൻ, അയാൾക്ക് ദമ് നിർബന്ധമല്ല. അവിടെ ദം എന്ന് പറഞ്ഞാൽ എന്താ? ആട്, മാട്, ഒട്ടകങ്ങളിൽ ഒരു മൃഗത്തെ അറുത്ത് പ്രായശ്ചിത്തം ചെയ്യൽ. അതേപോലെ ഹജ്ജിൻ്റെ വാജിബുകൾ വല്ലതും ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ ഫല്യുഹ്രിക് ദമ. ഫല്യുഹ്രിക് ദമ എന്നാണ് എന്താ? ഒരു മൃഗത്തെ അറുക്കുക എന്നുള്ളതാണ് ആട്, മാട്, ഒട്ടകങ്ങളിൽ നിന്ന്. കുട്ടിയുണ്ടായാൽ അഖീഖ അറുക്കുന്നതുമായി ബന്ധപ്പെട്ട ഹദീസിൽ കാണാം ഫല്യുഹ്രിക് അൻഹു ദമ, ഒരു മൃഗത്തെ അറുക്കട്ടെ എന്ന്. ഖിസാസിനെ കുറിച്ച് പറയും, പ്രതിക്രിയയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഖിസാസിനെ കുറിച്ച് പറയും. വലിയുദ്ധം, മുസ്തഹിഖുദ്ധം എന്ന് പറഞ്ഞാൽ ഖിസാസ് ഉടമപ്പെടുത്തുന്നവൻ, അർഹിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ. ഋതുരക്തം, ഇസ്തിഹാദത്തിൻ്റെ രക്തം, പ്രസവരക്തം, ഇതിനൊക്കെ അദ്ദം എന്ന് പറയും. പക്ഷേ സന്ദർഭം, അതേപോലെ പ്രയോഗം അതറിയിക്കും ഈ ദം ഏത് എന്നുള്ള വിഷയം. മനുഷ്യജീവൻ സംരക്ഷിക്കപ്പെടുന്ന വിഷയത്തിൽ ഹഖ്നുദ്ദം എന്ന് പറയും. അംർ ഇബ്നു അബസ ഇസ്ലാം ആശ്ലേഷിക്കാൻ വേണ്ടി വന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട് മാ അൻത്, താങ്കൾ ആരാണ് എന്ന്. അപ്പോൾ അന നബിയുൻ, ഞാൻ നബിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് വമാ നബി, എന്താണ് നബി? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർസലനി അല്ലാഹ്, അള്ളാഹു എന്നെ ദൂതനാക്കി അയച്ചിരിക്കുന്നു എന്ന് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ അംർ ഇബ്നു അബസ വബി അയ്യി ഷൈഇൻ അർസലക്, എന്ത് ആദർശവുമായിട്ടാണ് അല്ലെങ്കിൽ എന്ത് കാര്യവുമായിട്ടാണ് അങ്ങേ അള്ളാഹു അയച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പറയുന്നത് അർസലനി ബിസിലത്തിൽ അർഹാം, കുടുംബ ബന്ധം ചേർത്തണം എന്ന കാര്യവുമായി എന്നെ അയച്ചു. വ അൻ തുഹ്ഖന ദിമ, രക്തങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ മനുഷ്യജീവൻ സംരക്ഷിക്കപ്പെടണം, രക്തച്ചൊരിച്ചിലുണ്ടാക്കാൻ പാടുള്ളതല്ല. ആ വിഷയം അതുമായിട്ടാണ് അള്ളാഹു എന്നെ അയച്ചു. പിന്നെ തുഅമ്മന സുബുൽ, വഴികൾ ആളുകൾക്ക് നിർഭയത്വമുള്ളതാക്കപ്പെടണം. വതുകസ്സറൽ ഔസാൻ, ബിംബങ്ങൾ തകർക്കപ്പെടണം. വയുഅബദുല്ലാഹു ലാ യുശ്റകു ബിഹി ഷൈ, അള്ളാഹു മാത്രം ആരാധിക്കപ്പെടണം, അവനിൽ യാതൊന്നും പങ്കു ചേർക്കപ്പെടാവതല്ല. ഇതൊക്കെ ആയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല എന്നെ അയച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഈ അംർ ഇബ്നു അബസ, ഗ്രാമീണനാണ് അദ്ദേഹം പറയുന്നുണ്ട് നിഅമ മാ അർസലക ബി, അള്ളാഹു താങ്കളെ അയച്ച കാര്യങ്ങളൊക്കെ എത്ര നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇവിടെ വൻ തുഹ്ഖന ദിമ, അതാണ് നമ്മുടെ വിഷയം. ദിമാ സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ മനുഷ്യജീവൻ ചിന്തപ്പെടാവതല്ല, ഹനിക്കപ്പെടാവതല്ല, അത് സംരക്ഷിക്കപ്പെടണം എന്ന ആശയത്തിൽ. ഞാൻ പറഞ്ഞു വരുന്നത് ദമുൻ, ദിമാ ഉൻ, ഈ പദം പല ആശയങ്ങളിൽ പ്രയോഗിക്കപ്പെടുന്ന ഒരു പദമാണ്. അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാനാണ് ഇക്കാര്യങ്ങൾ ഇവിടെ ഉണർത്തിയത്. നമ്മുടെ ഈ വചനത്തിൽ ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത വദ്ദമ എന്നിടത്ത് ചോര കുടിക്കുന്നത്, തിന്നുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ ഉദ്ദേശവും ആശയവും. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് രക്തം തിന്നുന്നതിനെ അല്ലെങ്കിൽ കുടിക്കുന്നതിനെ ഹറാമാക്കിയത്? ജാഹിലിയത്തിൽ ആളുകൾ, അറബികൾ വിശിഷ്യ, അവർ രക്തം കുടിക്കുമായിരുന്നു. ഇബ്നു ഇസ്ഹാഖ് അദ്ദേഹത്തിൻ്റെ സീറയിൽ പ്രമുഖ ജാഹിലി കവി ആഷ ഖൈസിൻ്റെ ഒരു കവിത നൽകുന്നുണ്ട്. ആ കവിതയിലുള്ളത് വഇയ്യാക വൽ മൈതാനി ലാ തഖറബന്നഹ വലാ തഅഖുദൻ അൾമൻ ഹദീദൻ ഫതസ്ഫദ എന്നുണ്ട്. എന്താ ഇതിൻ്റെ അർത്ഥം? ശവങ്ങളോട് നീ അടുക്കരുത് എന്ന് പറയാണ്. വഇയ്യാക വൽ മൈതാനി ലാ തഖറബന്നഹ, ശവം തിന്നാൻ വേണ്ടിയിട്ട് അടുക്കരുത്. പിന്നെ വലാ തഅഖുദൻ അൾമൻ ഹദീദൻ ഫതഫ്സദ, ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾ വിശന്നിട്ടുണ്ട് എങ്കിൽ മൂർച്ച കൂടിയ ആയുധം എടുത്തിട്ട് ഒട്ടകത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും മാടുകളെയൊക്കെ മുറിക്കും. എന്നിട്ട് ആ മുറിവിലൂടെ വരുന്ന രക്തം ശേഖരിക്കും. എന്നിട്ട് ശേഖരിച്ചത് അവർ കുടിക്കുകയും ചെയ്യും. അപ്പണി ചെയ്യല്ലേ എന്നാണ് ആഷ ഖൈസ് തൻ്റെ കവിതയിൽ പറയുന്നത്. വലാത്ത ഹുദൻ അബ്മൻ ഹദീദൻ, മൂർച്ച കൂടിയ എല്ല് നീ എടുക്കരുത്. ഫതഫ്സദ, എന്നിട്ട് മൃഗത്തെ ആ മൂർച്ചയുള്ള എല്ലുകൊണ്ട് മുറിച്ച് രക്തം ശേഖരിച്ചിട്ട് നീ കുടിക്കുന്ന പരിപാടി അത് അരുത് എന്ന് പറയുകയാണ്. അതിൻ്റെ തുടർച്ചയിൽ ആഷ പറയുന്നുണ്ട് വദന്നുസ്ബിൽ മൻസൂബിലാ തഅതിയന്നഹു വലാ തഅബുദിൽ ഔസാന വല്ലാഹ ഫഅബുദ, പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠകളെ ആരാധിക്കാൻ നീ ചെല്ലരുത്.
വലാ തഅബുദൽ ഔസാൻ, ബിംബങ്ങളെയും നീ ആരാധിക്കരുത്. വല്ലാഹ ഫഅബുദ, അള്ളാഹുവിനെ മാത്രം നീ ആരാധിക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ ജാഹിലിയ കാലഘട്ടത്തിൽ ബിംബങ്ങളെ ആരാധിച്ചിരുന്നു, പ്രതിഷ്ഠകളെ ആരാധിച്ചിരുന്നു, അതേപോലെ ശവങ്ങൾ തിന്നിരുന്നു, ജീവനുള്ള മൃഗങ്ങളെ മുറിച്ച് രക്തമൊലിപ്പിച്ച് അത് ശേഖരിച്ച് അത് കുടിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇബ്നു ഇസ്ഹാഖിൻ്റെ ഈ റിവായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇമാം അഹ്മദ് മുസ്നദിൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഷുർഹബീൽ ഇബ്നു മുസ്ലിം അൽ ഖവലാനി തൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. ഈ ഷുർഹബീൽ ഇബ്നു മുസ്ലിം അൽ ഖവലാനി അല്ലെങ്കിൽ ഖൗലാനി, അദ്ദേഹം താബീങ്ങളിൽ ഒരാളാണ്. അദ്ദേഹം പറയുന്നത് റഅയ്തു സബ്അത നഫറിൻ ഖംസത്തുൻ ഖദ് സഹിബുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറയുന്നത് റഅയ്തു സബ്അത നഫറിൻ, ഞാൻ 7 ആളുകളെ കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സമ്മേളിച്ച 7 കൂട്ടരെ കണ്ടതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഷുർഹബീൽ ഇബ്നു മുസ്ലിം അൽ ഖവലാനി അദ്ദേഹം താബീങ്ങളിൽ എണ്ണപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം മുഖദ്റം എന്ന ഗണത്തിലാണ് ഉൾപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ അവസരം ഉണ്ടാകാതിരിക്കുകയും ചെയ്ത, എന്നാൽ ഇസ്ലാം ആശ്ലേഷിക്കാൻ അവസരം സിദ്ധിച്ച മഹാൻ, അവരാണ് മുഖദ്റം. ആ ഗണത്തിലാണ് ഇദ്ദേഹം എണ്ണപ്പെടുക. അദ്ദേഹം പറയുന്നത് ഞാൻ 7 ആളുകളെ കണ്ടിട്ടുണ്ട്. ഖംസതൻ ഖദ് സഹിബുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ 5 പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹവസിച്ചിട്ടുണ്ട്. വസ്നൈനി ഖദ് അകല ദം ഫിൽ ജാഹിലിയ, 2 പേർ ജാഹിലിയത്തിൽ രക്തം തിന്നുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള 7 പേരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. വലം യസ്ഹബൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ രക്തം തിന്ന 2 പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹവസിച്ചിട്ടില്ല, മുസ്ലിമീങ്ങളായിട്ട് സഹവസിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം ഷുർഹബീൽ അൽ ഖവലാനി റഹിമഹുള്ള പറയുന്നത് ഫഅമ്മല്ലദാനി ലം യസ്ഹബൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹവസിച്ചിട്ടില്ലാത്ത 2 പേർ അതാരൊക്കെയാണ്? ഫഅബൂ ഉനബത്തൽ ഖവലാനി അല്ലെങ്കിൽ ഖൗലാനി വ അബൂ ഫാലിജുൽ അൻമാരി, ഇവർ 2 പേരാണ്. അബൂ ഉനബൽ ഖൗലാനിയും അബൂ ഫാലിജുൽ അൻമാരിയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹവസിച്ചിട്ടില്ലാത്ത എന്നാൽ ജാഹിലിയത്തിൽ രക്തം തിന്നിരുന്ന 2 ആളുകൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനിതിവിടെ ഉണർത്തുന്നത് ജാഹിലിയത്തിൽ രക്തം തിന്നുമായിരുന്നു. രക്തം ശേഖരിച്ചത് കട്ടയായാൽ ഉറച്ചാൽ അത് തിന്നുക, അതേപോലെ രക്തം വലിച്ചു കുടിക്കുക, ഇതൊക്കെയായിരുന്നു ജാഹിലിയത്തിൽ അറബികൾ ചെയ്തിരുന്നത്. ഇതവർ ചെയ്യുമ്പോൾ മാംസം ഭക്ഷ്യയോഗ്യമായ ആട്, മാടൊട്ടകങ്ങൾ അവിടെ യഥേഷ്ടമുണ്ട്, പാല് കുടിക്കാൻ തരപ്പെടുത്തപ്പെട്ട മൃഗങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ തങ്ങൾക്ക് നിഷിദ്ധമാക്കി നേർച്ചക്കാർക്ക് നേർന്നിട്ട് ബലിമൃഗങ്ങളായി ഒഴിഞ്ഞിട്ട് അവയെ തിന്നാതെ, അവയിൽ നിന്ന് കുടിക്കാതെ, അവയുടെ പുറത്ത് സവാരി ചെയ്യാതെ ഭാഗ്യദോഷികളായി അന്നത്തെ അറബികൾ. ഇത്തരം ചരിത്രങ്ങൾ മനസ്സിലാക്കാതെ ഈ ആയത്തിന്റെ തേട്ടങ്ങളും അതിൻ്റെ ഉദ്ദേശങ്ങളും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയില്ല.